മാണി സാറിൻ്റെ ജന്മദിനമാണ് ഇന്ന് കാരുണ്യദിനമായി ആചരിക്കുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ശ്രീ സ്റ്റീഫൻ ജോർജും തുടർന്ന് മാണി സാറുടെ പ്രിയപ്പെട്ട മകനും കേരള കോൺഗ്രസ് മാണിയുടെ ചെയർമാനുമായ ശ്രീ ജോസ് കെ മാണിയും കുറേ കാര്യം പരാമർശിച്ചു. മാണി സാറുമായി വളരെ ചുരുങ്ങിയ കാലത്തെ ബന്ധം മാത്രമേ എനിക്കുള്ളൂ. 14ാമത് കേരള നിയമസഭാ അംഗമായപ്പം മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹവുമായി ഒരു സൗഹൃദം എന്ന് പറയാൻ അദ്ദേഹം വളരെ സീനിയറാണ്, ഞാൻ വളരെ ജൂനിയറുമാണ്. ഇടയ്ക്കൊന്ന് പോയി ഇരുന്ന് സംസാരിക്കുന്നൊരു ബന്ധം മാത്രമേ എനിക്ക് അദ്ദേഹമായിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി, അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ് ഞങ്ങളൊക്കെ ആയിട്ട് വളരെയധികം ബന്ധമുള്ള ഒരാളാണ്. ജോസ് കെ മാണി, ഞാൻ വളരെ അദ്ദേഹത്തോട് തന്നെ പറയാറുണ്ട്, നിങ്ങളുടെ ഒരു ശേഷി അല്ലെങ്കിൽ ഒരു കഴിവെന്ന് ഞാൻ കണ്ടെത്തിയൊരു കാര്യം ക്ഷുഭിതനല്ലാതെ സംസാരിക്കുക എന്നുള്ളതാണ്. പൊതുപ്രവർത്തകർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. ഞാൻ എന്നെ ഒബ്സർവ് ചെയ്തപ്പോൾ ചില ഘട്ടത്തിൽ ഇതും കൈവിട്ടു പോകും. അപ്പോഴാണ് നമ്മൾ ക്ഷുഭിതരാവുക. സാമൂഹിക പ്രവർത്തകർക്ക്, രാഷ്ട്രീയക്കാർക്ക്, പൊതുപ്രവർത്തകർക്ക് ഏറ്റവും അനിവാര്യമായി വേണ്ട ക്വാളിറ്റി ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇമോഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം. അതിൽ ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ ശ്രീ ജോസ് കെ മാണിയാണ്. അദ്ദേഹം ഇതുവരെ ക്ഷുഭിതനായി സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. അദ്ദേഹത്തെ പരസ്യമായി പലരും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും രാഷ്ട്രീയ അധിക്ഷേപങ്ങളും ചൊരിഞ്ഞ് കൂട്ടം നിന്ന് ആക്രമിക്കുമ്പോഴും വളരെ ഡിപ്ലോമാറ്റിക്കായി ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം അത് പൊളിറ്റിക്സിൽ വിജയിക്കും. രാഷ്ട്രീയത്തിൽ ഏറ്റവും അനിവാര്യമായി വേണ്ട കാര്യം അതാണ്. നമ്മളെ പൊതുപ്രവർത്തകരാണല്ലോ, നമ്മളെ പലരും ആക്രമിക്കും, ആക്ഷേപിക്കും. പ്രകോപിപ്പിക്കാൻ വേണ്ടി വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉൾപ്പെടെ ചൊരിഞ്ഞേക്കാം. ഞാൻ ടി വിയിൽ സ്ഥിരം നോക്കുന്നൊരു മുഖം, ഞാൻ എപ്പോഴും ഇയാൾ ചൂടായിട്ടുണ്ടോ നോക്കിയിട്ടില്ല. ഒരിക്കലും ചൂടായത് ഞാൻ കണ്ടില്ല. പുഞ്ചിരിച്ചുകൊണ്ട് അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചതായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. മാണി സാർ ഞാൻ പോയി അടുത്ത് പരിചയപ്പെടുന്നത് MLA ആയതിനു ശേഷം. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ സ്മരിച്ചൊരു കാര്യം, നിയമസഭ ഉണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് തലേന്ന് കുട്ടികൾ പഠിക്കുന്നത് പോലെ പഠിക്കുന്ന ഒരാളാണ് മാണി സാർ എന്നതാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഒരു ജനറേഷൻ MLA മാർ അങ്ങനെയാണ്. പുതിയ ജനറേഷൻ, ഞാൻ ഉൾപ്പെടുന്ന പുതിയ ജനറേഷൻ അതില്ല എന്ന സ്വയം വിമർശനം ഞാൻ നടത്തുകയാണ്. ഒരു കാലഘട്ടത്തിൽ MLA മാർ സഭക്കകത്ത് കൃത്യമായി ഇരുന്ന് കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്നവരാണ്. എന്നാൽ പുതിയ ജനറേഷനകത്ത് അത് കൈമോശം സംഭവിച്ചു പോകുന്നു എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. സഭയിൽ എൻ്റെ ചോദ്യം എന്നാ കഴിഞ്ഞാൽ പുറത്തു പോവാം, പിന്നെ എൻ്റെ പ്രസംഗം വരുമ്പം വീണ്ടും കയറിയിരിക്കാം, സബ്മിഷൻ ആ സമയത്ത് വന്നാൽ മതി. ഈ നിലയിലേക്ക് മാറുന്നുണ്ട്. അത് ശരിയല്ല. മാണി സാർ ഉൾപ്പെടെയുള്ള സീനിയർ നേതാക്കൾ ഞാൻ ശ്രദ്ധിച്ചു, അവരെല്ലാം പ്രസൻ്റ് ആയിരിക്കും. ഇപ്പോൾ സഭക്കകത്ത് ഞാൻ ആത്മപരിശോധന, ഞാനതിൽ കുറച്ച് മാറ്റമുള്ള ഒരാളാണ്. ഞാൻ സഭക്കകത്ത് ഏറ്റവും നോട്ടി എന്നാണ് എന്നെ വിളിച്ചത്. അതെന്താ കാരണം നിങ്ങൾക്കറിയായിരിക്കും. ഞാൻ സ്ഥിരം ഒരു കുഴപ്പക്കാരൻ്റെ റോളിലായിരുന്നു സ്പീക്കർ ആകുന്നത് വരെ. കാരണം സഭക്കകത്ത് ഇരിക്കുമ്പോഴാണ് ഈ നോട്ടിനെസ് ആവുന്നത്, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ പരമാവധി സഭക്കകത്ത് ഇരിക്കാൻ ശ്രദ്ധിച്ച ഒരാളാണ് ഞാൻ. പരമാവധിയാണ്, അല്ലാതെ ഈ സീനിയേഴ്സിനെ പോലെ ഫുൾ ടൈം അല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, സഭക്കകത്തൊന്ന് വെറുതെ വന്ന് ഇന്ന് ശ്രദ്ധിച്ചു പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ സീനിയേഴ്സായ ആൾക്കാർക്ക് വളരെ കൃത്യമായി പ്രസൻ്റ് ആയിരിക്കും. അവർ ഓരോന്നിലും ഇടപെടും. ഓരോ ബില്ലിനകത്ത്, ഓരോ ക്ലോസ് ബൈ ക്ലോസിനകത്ത് ഇടപെടും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് സ്പീക്കറായിരിക്കും നമ്മളാണെന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരാളിരിക്കുന്നുണ്ട്, ഡോക്ടർ ജയരാജ്. പേര് വായിച്ച് ഞാൻ മടുക്കലാണ്. കാരണം ഓരോന്നിലും ഓരോ അമെൻമെൻ്റ് ഉണ്ടാവും. ഡോക്ടർ N. ജയരാജ് നിയമനിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ അത് പക്ഷേ മാണി സാർ എന്ന് പഠിച്ച കാര്യമായിരിക്കും. അതുപോലെ മാണി സാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഉപദേശം, ഞാൻ എവിടെ പോയാലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ MLA മാർ അവരെ ഓടി വന്ന് എന്നെ ഞാൻ പോയിക്കോളാം. ഇപ്പോൾ അവസാനം ഇദ്ദേഹത്തിൻ്റെ ജോമോൻ്റെ മകളുടെ കല്യാണത്തിന് ഞാൻ പോയി. ഞാൻ ഭക്ഷണം കഴിച്ച് വലിയ തിരക്കാണ്.
തിരക്ക് നമുക്ക് അറിയാമല്ലോ ഒരു ബുദ്ധിമുട്ട്. തിരക്ക് കണ്ടിട്ടുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു അറ്റൻഷൻ തന്നാൽ പിന്നെ മുഴുവൻ സമയം അറ്റൻഷൻ തരണം എന്ന് വാശി പിടിക്കുന്ന ആളല്ല ഞാൻ അങ്ങ് പോകുമല്ലോ. അപ്പോൾ ജോബ് മൈക്കിൾ ഓടി വന്നിട്ടില്ല. ഞങ്ങൾ മാണി സാർ പഠിപ്പിച്ചത് സ്പീക്കർ വന്നാൽ സ്പീക്കർ ഭക്ഷണം കഴിച്ച് ചായ കുടിച്ചോ തിന്നോ നോക്കി തിരിച്ച് കാറ് കയറിപ്പോയാൽ മാത്രമേ MLA പോകാൻ പാടുള്ളൂ. അത് ജോബ് മൈക്കിൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടും കൂടെ ഞങ്ങൾ മാണി സാർ പഠിപ്പിച്ച അങ്ങനെയാണ്. അങ്ങനെ സെബാസ്റ്റ്യൻ കുളത്തുങ്കരയും ജോബ് മൈക്കിളും എനിക്ക് യഥാർത്ഥത്തിൽ എങ്ങനെയെങ്കിലും പോകണമെന്നില്ല. ഇവരിങ്ങനെ ചുറ്റും നിന്ന് കാറ് കയറ്റി തിരിച്ചു. അത് ഒരുപക്ഷെ ഇവരുടെ പാർട്ടിയിൽ നിന്ന് പഠിച്ച ശീലങ്ങളായിരിക്കാം. ഏതായാലും എൻ്റെ അനുഭവം അഭിഭാഷക ക്ഷേമനിധി ബിൽ നിയമസഭക്കകത്ത് വന്നു. AK ബാലനാണ് പൈലറ്റ് ചെയ്യുന്നത്, മിനിസ്റ്റർ AK ബാലനാണ്. അപ്പോൾ ബില്ലിൽ നിങ്ങൾക്കറിയാം ചർച്ച നറുക്കിട്ടെടുക്കലാണ്. അപ്പോൾ നറുക്കിട്ടപ്പോൾ ലെഫ്റ്റിൻ്റെ ഭാഗമായി കിട്ടിയ എനിക്കാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ഫസ്റ്റ് MLA ആണ്, സഭ തുടങ്ങിയതേ ഉള്ളൂ. ഇതെങ്ങനെയാണ് അമെൻമെൻ്റ് എന്നോ എങ്ങനെയാണ് ചർച്ച എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ കേട്ടറിഞ്ഞ ഒരാൾ മാണി സാറാണല്ലോ. നിയമനിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ സഭക്കകത്തെ ഏറ്റവും ശക്തനായ MLA അന്ന് മാണി സാറാണ്, സീനിയർ മോസ്റ്റുമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് മെല്ലെ പോയി അടിയിരുന്നു. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത്. ആ സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം അങ്ങോട്ട് പോയി. ഞാൻ വിചാരിച്ചു പോയി എന്നാണ്. അവസാനം നിയമനിർമ്മാണത്തിൻ്റെ ചർച്ച എത്തുമ്പം മാണി സാർ മെല്ലെ നടന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സൗമ്യമായ പുഞ്ചിരിയിലെത്തി. ഞാൻ സാധാരണ ഈ സ്പീക്കറെ മാത്രം നോക്കി സംസാരിക്കുന്നത്. ഒരിക്കലും അങ്ങോട്ട് നോക്കി നമ്മളെ പ്രസംഗം പോകും. കാരണം ആരെങ്കിലും എന്തെങ്കിലും കൊനിഷ്ഠ കാണിച്ചാൽ പിന്നെ നമ്മൾ അതിൻ്റെ വൈകുന്നേരം പോകും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടിയേരി നൽകിയ ആദ്യത്തെ ഉപദേശം, എന്തെല്ലാം പ്രകോപനങ്ങളുണ്ടായാലും ചെയറിനെ നോക്കി മാത്രമേ സംസാരിക്കേണ്ടതുള്ളൂ. ചെയറിനെ നോക്കിയാതെ നിങ്ങൾ പെട്ടെന്ന് കണ്ണടത്തോട്ടേക്ക് ആക്കിയാൽ ആരെങ്കിലും കയറി കൊളത്തും. പിന്നെ നിന്റെ സ്വഭാവം വെച്ച് നീ അതിൻ്റെ വഴിയിൽ അങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ ചെയറിനെ മാത്രം നോക്കി സംസാരിക്കണം. എന്നാലും മാണി സാർ ഉണ്ടോ എന്ന് ഞാൻ വെറുതെ നോക്കിയപ്പോൾ മാണി സാർ വളരെ സൗമ്യമായി ചിരിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം കേൾക്കുകയാണ്. അപ്പോൾ അഭിഭാഷക ക്ഷേമനിധി ബില്ലിൻ്റെ അതിൽ എൻ്റെ ഒരു അമെൻമെൻറ്റ് സർക്കാർ സ്വീകരിക്കുകയും ചെയ്തു. അത് ഈ ഘട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അന്നതിന് ഉപദേശം നൽകിയത് ശ്രീ K മാണി സാർ എന്ന കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എൻ്റെ ഔദ്യോഗിക വസതിയിൽ എൻ്റെ റൂമിലുണ്ട്. ഞാനത് ഏതാണ്ട് വളരെ ഫ്ലോ എന്ന് പറഞ്ഞ ഒരു പുസ്തകം വായിച്ചാൽ നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോകും. ഒരു ഘട്ടത്തിയപ്പോൾ നിർത്തേണ്ടി വന്നത് എനിക്ക് പോകേണ്ടതുകൊണ്ടാണ്. അതവിടെ ഞാൻ ബുക്ക് മാർക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ ആത്മകഥ അത് പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. അതിൻ്റെ പുസ്തക പ്രകാശനം ഉൾപ്പെടെ നടന്ന നമ്മുടെ നിയമസഭ സാധാരണ നമ്മൾ കൊടുക്കാറില്ല. ശങ്കരനാരായണൻ തമ്പി ഹാൾ സാധാരണ നിലയിൽ ഞങ്ങൾ കൊടുക്കാറില്ല. പക്ഷേ അത് പൊതുവിൽ ഗവൺമെൻറ്റിൻ്റെ പരിപാടിക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളത് ഒടുവിൽ കേരള കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ഒന്നടങ്കം വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു പ്രസിഡൻ്റ് ആക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ ഇനിയൊക്കെ കൊടുത്തല്ലോ. അപ്പോൾ നമ്മൾ അതിനകത്തൊരു ക്ലോസ് വെച്ചു. 50 വർഷം തുടർച്ചയായി ജയിച്ചൊരാൾ, അതിനി ആരും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ റോഷിയോട്ടോട് ചോദിച്ചല്ല, വല്ല ചാൻസ് ഉണ്ടോ? അത് 25 വർഷമായി, 55 വയസ്സായി. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു 50 വയസ്സ് വരെ അദ്ദേഹത്തിന് ആയുസ് ഉണ്ടാവും എന്നാണ് ശുഭാപ്തി വിശ്വാസം. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ റോഷിക്ക് മാത്രമേ ഇനിയത് ബ്രേക്ക് ചെയ്യാൻ സാധിക്കൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പം നമ്മൾ അന്നേരം ഉണ്ടാവണമെന്നില്ലല്ലോ. ഈ പാർലമെൻ്ററി പൊസിഷനകത്ത് ഏതായാലും അത് വെച്ചൊരു ക്ലോസ് ഞങ്ങൾ ഉണ്ടാക്കി. തുടർച്ചയായി 50 വർഷം ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഒരാളുടെ ആത്മകഥ എന്ന രീതിയിൽ അതിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ശങ്കരനാരായണൻ തമ്പി ഹാൾ ഞങ്ങൾ പ്രത്യേകമായി അനുവദിച്ചത്. കാരണം അദ്ദേഹത്തോടുള്ള ആദരവ് തന്നെയാണ്. അതിലും ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പാർട്ടിക്കാർ വന്ന് അതിനുള്ളിൽ മുദ്രാവാക്യം വിളിയും പെരുമാറും ആയിക്കഴിഞ്ഞാൽ അത് സ്പീക്കർക്ക് ബുദ്ധിമുട്ട്. അതുകൊണ്ട് അത് നിങ്ങൾ എൻഷുർ ചെയ്യണം. അതിലും നിങ്ങളുടെ പാർട്ടി മാന്യത കാണിച്ചു. ബഹളങ്ങളൊന്നും ഉണ്ടാക്കാതെ വളരെ കൊടിതോരണങ്ങളോ മറ്റും കൊണ്ടുവരാതെ അച്ചടക്കത്തോടെ അതിനകത്തിരുന്ന് ആ ചടങ്ങ് കഴിയുന്നതുവരെ ഞങ്ങളുമായി സഹകരിച്ചു എന്നുള്ളതാണ്.